ഞാൻ തിരുവനന്തപുരത്ത് സ്നേഹമുള്ള സിംഹം ഷൂട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് സിബി മലയിൽ, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, സാജ ഒരു നല്ലൊരു നടനെ ഞാനന്ന് അങ്ങോട്ട് അയക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്താ സിബി എന്ന് ചോദിച്ചു. അല്ല, ഞാൻ പ്രതീക്ഷിച്ചതിലുപരി കഥാപാത്രമായിട്ട് ജീവിക്കുന്ന ഒരു അറബി മുനുഷി അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിബി ഇനി എനിക്ക് 4 ദിവസം 5 ദിവസം ഇനി ഷൂട്ടിംഗ് ഉള്ളൂ. തിരുവനന്തപുരത്ത് കുമാരപുരത്തായിരുന്നു ഷൂട്ടിങ്. മമ്മൂട്ടി വൈശാഖനായിട്ട് സ്നേഹമുള്ള സിംഹം, തൊട്ടപ്പുറത്ത് ജോസ് പ്രകാശ് സാറിൻ്റെ വീട്, അങ്ങനൊരു വീട്. അതിൽ അദ്ദേഹം കോമഡിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പം അതിൽ വലിയ കോമഡി ക്യാരക്ടറൊന്നുമില്ല. ഒന്ന് കുട്ടനായിട്ട് കിട്ടൻ എന്ന് പറഞ്ഞിട്ട് വൈശാഖന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാവുന്ന മാളച്ചേട്ടനാണ്. അത് നോവലിലൊന്നാണ് സ്നേഹമുള്ള സിംഹം. അതിലൊരു 8 വയസ്സുകാരൻ പയ്യനായിട്ടാണ് ആ കഥയുള്ളത്. പക്ഷേ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാള കിട്ടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിബി ഇതിനകത്ത് എല്ലാം ഒന്നുമില്ല, ഇനി മാളച്ചേട്ടനും ലളിതശ്രീയായിട്ടുള്ള കോമഡി സീൻസൊക്കെ ഉള്ളൂ, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. എനിക്കറിയാമല്ലോ നമുക്ക്, അല്ല എന്ത് പറഞ്ഞാലും ശരി, നമ്മളൊക്കെ വിചാരിച്ച എന്തെങ്കിലും ഒരു ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സിബി ഇതിനകത്തൊന്നും കാണുന്നില്ല, ഇതിനകത്ത് കാരണം സീരിയസ് ആണ് ഈ സ്നേഹമുള്ള സിംഹം കഥാപാത്രം എന്ന് പറയുന്നത്. ഏതായാലും പുള്ളി അങ്ങോട്ട് വരും. ഞാൻ രാവിലെ ഗീത ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ റിസപ്ഷനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനാണ് മാമുക്കോയല്ല മാമു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സിബി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, അതായത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആൾമോസ്റ്റ് കഴിഞ്ഞിന് കോമഡി സീനാണ്. അല്ല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാചകമാണ്, നിങ്ങളെപ്പോലുള്ള ഡയറക്ടർമാരുള്ള ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൽ ലാളിത്യം എന്നെ വല്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പം ഞാനവിടെ റൂമിൽ പറഞ്ഞു റൂം എടുക്കാൻ പറഞ്ഞു. വേണ്ട, റൂമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനത് ന്യൂ തിയേറ്ററിന് മുമ്പിൽ വെങ്കടേശ്വര ടൂറിസ്റ്റ് റൂമിൽ ഒരു മുറി എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഫോഴ്സായി, പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഒന്ന് സിബി മലയിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ കാര്യം, പിന്നെ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം. അപ്പോൾ ഞാൻ തന്നെ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ സംഭവം പറയാം, പക്ഷേ എനിക്കത് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ട് തരുന്നതല്ല എന്ന് പറഞ്ഞു. എന്ത് തന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ മാളച്ചേട്ടനും ലളിതശ്രീയും കൂടിയിട്ട് വഴക്ക് കൂടുന്നൊരു സീനുണ്ട്, കോമഡി സീനാണ്. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര കടയിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി കളയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് എറിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വഴിപോക്കനായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് മുട്ടയേർന്ന് കൊള്ളുന്ന ഒരു സീനൊക്കെ ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലോസപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അയ്യോ അത് മതി, ധാരാളം മതി എന്ന് പുള്ളിക്കാരന്. അപ്പോൾ സത്യം പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു.